ഗസയിൽ ഭക്ഷണം കാത്തിരുന്ന 12 പേരടക്കം 25 പലസ്തീനികൾ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറുകയാണ്. പറയൂ വി പി, നമ്മൾ എന്ത് ചെയ്യും? വലിയ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 25 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 60,000-ലേക്ക് എത്തുകയാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, പട്ടിണി കിടന്ന് 12 പേർ കൂടി മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ്. അതുകൂടാതെയാണ് ഭക്ഷണം കാത്തിരുന്ന് ക്യൂവിൽ നിന്ന 12 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം കൂടി ഇവിടെ വലിയ രീതിയിൽ രക്തപ്പുഴ ഒഴുകുന്ന അവസ്ഥയിലാണ്. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഗസ സിറ്റിയിലെ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം പേരാണ് ഗസ സിറ്റിയിലും ചുറ്റുമായിട്ടുള്ളത്. അവരെ നിർബന്ധിതമായി അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം എല്ലാ വീടുകളും ഇന്നലെ മാത്രം 300 വീടുകളാണ് ബോംബിട്ട് തകർത്തത്. ഇപ്പോൾ വീണ്ടും ആയിരക്കണക്കിന് വീടുകളിലേക്ക് ആക്രമണം പടർത്തുന്നു. കാരണം നിങ്ങളിവിടെ നിന്നാൽ നിങ്ങൾ കൊല്ലപ്പെടും, അതുകൊണ്ട് ഓടിക്കോ എന്നുള്ളതാണ്. ഇത് 10 തവണ ഓടിയവരാണ്. വടക്ക് നിന്ന് തെക്കോട്ടും അതുപോലെ മധ്യ ഗസയിലേക്കൊക്കെ ഓടി തളർന്ന് അവർ പറയുന്നത് ഞങ്ങളെങ്കിൽ എങ്ങോട്ട് പോകും, വീടില്ല, ടെൻറ്റുകളിൽ താമസിക്കുന്നു, ടെൻറ്റുകൾക്ക് മേലെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെ യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ന്യൂയോർക്കിൽ 105 സംഘടനകൾ ചേർന്നാണ് പട്ടിണി മരണം ഗസയിൽ ഉണ്ടാകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതുപോലെ തന്നെ അൽ ജസീറയുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള റിപ്പോർട്ടറായിട്ടുള്ള അനസ് അൽ ഷരീഫ് അടക്കം 270 മാധ്യമപ്രവർത്തകരെ ഈ യുദ്ധകാലത്ത് കൊലപ്പെടുത്തിയതിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ബെർലിനിൽ, ജർമ്മനിയിൽ, അമേരിക്കയിൽ, യൂറോപ്പിന്റെ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വി പി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ സന്ധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.